പ്രത്യേകിച്ചും പുരുഷന്മാർക്കാണ് അത് കൂടുതൽ പ്രകടമാവുക. സ്ത്രീകളെക്കാൾ സ്ത്രീകൾക്കും ഇതേപോലെ പ്രായപൂർത്തി പെട്ടെന്ന് ഈ മസിൽ വലുതാവുന്നുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് കൂടുതൽ, കാരണം പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്ന പുരുഷ ഹോർമോൺ പുരുഷന്മാർക്ക് കൂടുതലാണ്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണാണ് ഈ മസിലിൻ്റെ, ഈ സ്കെറ്റൽ മസിലിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് സഹായിക്കുന്നത്. സ്ത്രീകൾക്ക് ആ സമയത്ത് പ്രായപൂർത്തിയായ 15 വയസ്സായി 13 വയസ്സായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്താ സംഭവിക്കുക, അവർക്ക് ഈസ്ട്രജൻ ഹോർമോൺ കൂടുക. അവരുടെ ശരീരം കൂടുതൽ മസ്കുലർ ആവുന്നതിന് പകരം അവരുടെ ശരീരം സോഫ്റ്റ് ആവും. പക്ഷേ സെയിം ടൈം അവരുടെ മസിലുകളും വലുതാവുന്നുണ്ട്. പക്ഷേ പുരുഷൻ്റെ അത്ര മസ്കുലർ അല്ല എന്ന് മാത്രം. അപ്പോൾ ഒരു 15 വയസ്സായി കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ശരീരത്തിലെ മസിലിൻ്റെ 25% എന്നുള്ളത് പെട്ടെന്ന് വളരാൻ തുടങ്ങും. 15 തുടങ്ങി 17, 20, 25 വയസ്സാവുമ്പോഴേക്കും 25% എന്നുള്ളത് ഒരു പുരുഷൻ്റെ മസിലിൻ്റെ അനുപാതം 45-50% എത്തും. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു കുട്ടിയായിരുന്നപ്പോൾ 4/1 മാത്രമാണ് മസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുരുഷനായി പ്രായപൂർത്തിയാകുമ്പോൾ അവൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ 50% മസിലായി മാറിയിട്ടുണ്ടാവും. സ്ത്രീയുടെ ആണെങ്കിൽ ഒരു 40% പറയണത്. പുരുഷൻ 45 to 50 ആണെങ്കിൽ സ്ത്രീകൾ പറയണത് 35 to 40 ആണ്. ഒരു 10% കുറവ്. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും മസിലുകൾ തമ്മിലുള്ള ഘടനയുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോഴും സ്ത്രീക്കും ഏകദേശം 40% മസിലുണ്ട്. ഇത് കഴിഞ്ഞ് ഏകദേശം നമ്മളൊരു 30-40 എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പതുക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച അവസാനിച്ച് തളർച്ചയിലോട്ട് ആരംഭിക്കണം. നമുക്കറിയാം, ഒരു മനുഷ്യൻ, ഒരു ജീവി ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഗ്യാരണ്ടി ആയിട്ട് ഒരു കാര്യമേ ഉള്ളൂ, മരിക്കും. മരണം ഉറപ്പാണ്. നമ്മൾ ജനിച്ചു വളർന്നു ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡീഗ്രോത്ത് ആരംഭിക്കുകയാണ്. നമ്മളിങ്ങനെ മേലോട്ട് പോയി ഒരു പീക്കിലെത്തി പിന്നെ നമ്മൾ താഴോട്ട് പോരും. ആ പ്രോസസ്സ് ആരംഭിക്കും. ആ പ്രോസസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ വളർന്ന മസിൽ 25-ൽ നിന്നും 50-ലേക്ക് എത്തിയ നമ്മുടെ മസിൽ പതുക്കെ 49-ലേക്കും 48-ലോട്ടും 47-ലോട്ടും പതുക്കെ കുറഞ്ഞു വരും. 10 കൊല്ലത്തെ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ആദ്യത്തെ ഒരു 10-20 30കളിൽ ഈ തളർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ